ഹായ് നമസ്കാരം, ഏതൻസ് പുറയിലേക്ക് എല്ലാവർക്കും കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ ഓർക്കിഡ്സ് ആണ്. അതിൻ്റെ എല്ലാം ഫ്ലവറിങ് ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. ടെളിമിയ എന്ന് പറയും. ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കുറച്ച് എയർ പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഇച്ചിരി റയറായിട്ടുള്ള ടിൻസിലിയം എന്ന് പറയുന്ന ഒരു റയർ ഓർക്കിഡ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊരു റയർ ഓർക്കിഡാണ്. ഇതിന് ടീനിയോഫിലം എന്നാണ് പറയുന്നത്. ലീഫ്ലെസ് ആണ്. ഇതിലൊരിക്കലും ലീഫ് ഉണ്ടാകത്തില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. വളരെ റെയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഞാൻ വാങ്ങിക്കുമ്പം ഒരു ഇത് മാത്രമേ, ഒരു വേര് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഡെയിലി ബ്ലൂമർ ഒന്നുമല്ല, വൺസ് ഇൻ എ വൈലാണത്. ഇത് ബൾബോഫിലയം. ഇതിലെ പൂക്കൾ ഇത്രേ കാണത്തുള്ളൂ. പൂക്കൾ ഇത് ഫുള്ളായിട്ട് വരും. ഇപ്പം പൂക്കൾ തീർന്നിരിക്കുക. 1-2 ബഡും കൂടിയാണ് ഇനിയുള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം ഓർക്കിഡിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റീസ് ആണ്. ഇത് പിന്നെ സ്പാനിഷ് മോസ്. ഇതൊക്കെ ഒരു കഷ്ണമാണ് കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നതാണ്. അതിനുള്ള മീഡിയം ഇങ്ങനെ ഗ്ലാസിൻ്റെ ജാറിൽ. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ മീഡിയമാണ്. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ കാണുന്ന ഈ അതിലേന്നൊക്കെ പറിച്ചെടുത്ത ഈ ഫേൺ വെറൈറ്റി മോസ് ആ വെറൈറ്റി വെച്ച്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് അതിന് കിട്ടി. ഇതൊരു എവർലാസ്റ്റിംഗ് ഒരു ഫ്ലവറാണ്. ഈ ഒരു ചെടിയുടെയാണ് ഇത്. ഫൈലോഡിയം എന്നാണ് അതിന് പറയുന്നത്. ഇത് ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഇതിപ്പം ഉണ്ടായി തുടങ്ങി. ഇതിപ്പോൾ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതിലോട്ട് വരും. ഇതിങ്ങനെ നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ എടുക്കാവുന്നതാണ്. ഇത് പൊഴിഞ്ഞു പോകത്തില്ല. ഇതിപ്പോൾ 1 വർഷമായി എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഇൻലോസ് ഉണ്ട്. എൻ്റെ ഫാദർ ഇൻലോ മർത്തമ കോളേജിൽ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അച്ഛൻ എന്നെ ഇതിൽ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൽ. ഈ ഗാർഡൻ സെറ്റ് ചെയ്യാൻ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തത് അച്ഛയാണ്. എൻ്റെ ഫാദർ ഇൻലോ ആണ്. ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അച്ഛ പറയൂ. എനിക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ഒന്നും എനിക്ക് വലിയ പിടിയില്ല. ഞാൻ 1960 മുതൽ 1999 വരെ ബോട്ടണിയുടെ ഹെഡ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. കേരളത്തിലുള്ള മിക്ക ചെടികളെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഇപ്പോൾ പല പ്രായമായതുകൊണ്ട് മറവിയുണ്ട്. എന്നാലും എനിക്കിപ്പോഴും പലതും ഓർമ്മയുണ്ട്. പല ചെടികളുടെയും പേരുകളുണ്ട്. എനിക്കൊരു നല്ല ഗാർഡൻ ഉണ്ട്. മോളെ മിടുക്കിയാണ്. ഇതെല്ലാം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഭംഗിയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. I am very much thankful to her for keeping it nice. ഇത് അമ്മച്ചി എൻ്റെ മദർ ഇൻലോ SC സ്കൂളിലെ ബോട്ടണി ടീച്ചറായിരുന്നു. അപ്പം ചെടികളോട് വലിയൊരു പ്രിയം ഇവർക്ക് ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ 3 മക്കളാണ്. 3 മക്കൾക്കും ചെടികളുടെ പേരാണ്, സയൻറ്റിഫിക് നെയിംസ് ആണ് ഇട്ടിരിക്കുന്നത്. ബൊട്ടാണിക്കൽ നെയിം ആ 3 മക്കളുടെയും പേര്. മൂത്ത മോടെ പേര് പ്രജ്ഞ എന്നാണ്. രണ്ടാമത്തേത് മോനാണ്. മോൻ്റെ പേര് റിയോ. ഇളയ മകളുടെ പേര് ലെംന എന്നാണ്. ലെംന ദ സ്മോളസ്റ്റ് ആൻജിയോസ്പേമാണ്. പ്രജ്ഞ വെർബിനേസ് എന്ന് പറയുന്ന ഫാമിലിപ്പെട്ട ഒരു ചെടിയാണ്. ഹൈലി മെഡിസിനലാണ്. റിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ പ്ലാന്റാണ്. വളരെ ബ്യൂട്ടിഫുൾ ഗാർഡൻ പ്ലാന്റാണ്. അതുകൊണ്ട് എനിക്കിതെല്ലാം താല്പര്യം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അവർക്ക് ആ പേരുകൾ ഇട്ടത്. അതേ ഒരു പുതുമ എനിക്കുണ്ട്. പലർക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞ പ്രായമൊക്കെ എന്താ പറയുക ഒരു ഫാക്ടറാണുള്ളത്? പ്രായമൊന്നും ഒരു കാര്യമല്ല. ഇത്രയും വയസ്സുള്ള സമയത്തും ചെടികളുടെ പേര് ഓർത്തിരിക്കുന്ന പറഞ്ഞ വലിയൊരു കാര്യമാണ്. എന്താ പറയുക, ചില ചെടികളുടെ പേരൊന്നും നമുക്ക് ഇംഗ്ലീഷ് വേർഡ് പോലാണ്. നമുക്ക് ശരിക്കും നമ്മുടെ വായിൽ വരത്തില്ല. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഓർത്തിരിക്കുന്നു. ഇത് ഏത് പ്ലാന്റാ? ഇതിൻ്റെ പേര് ലൈക്കോപോഡിയം ലൂസിഡിലം എന്ന് പറയും. ലൂസിഡിലം ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ശരിക്കും ഇതിനെ റിവേഴ്സ് ഫാൻ എന്നാണ് പറയുന്നത്. ഇത് പ്രിമിറ്റീവ് ഫേണാണ്. ഏറ്റവും പ്രിമിറ്റീവ് ഫേൺസിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുപോലെ വേറൊരു പ്ലാന്റ് ഇവിടെ ഈ അപ്പച്ചൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്ലാന്റ് ചോദിച്ചാലും അതിന്റെ സയന്റിഫിക് നെയിമാണ് പറയുന്നത്.
അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെമ്പരത്തി ചോദിച്ചത് പറഞ്ഞാൽ പറയും ഹിബിസ്കസ് ആണെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഈ ബൊട്ടാണിസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? നമ്മൾ ഏത് പ്ലാന്റ് കണ്ടാലും സയന്റിഫിക് നെയിം ഏതാണ് അതാണ് നമ്മൾ കൂടുതലും അവരൊക്കെ പറയുന്നത്. ഇത് ക്ലൈംബിക് സെലാജിനെല്ല എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതൊരു പ്രിമിറ്റീവ് ഫേണാണ്. ക്ലൈംബിക് സെലാജിനെല്ലയാണ് ഇത്, പ്രിമിറ്റീവ് ഫേണാണ്. ഈ പ്ലാന്റ് കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. പിക്ചർ പ്ലാന്റ് ആണ്. നെപ്പന്തസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ ചില ഗാർഡനുകളിൽ വളർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്കിത് കിട്ടിയിട്ട് 2 വർഷത്തോളമായി. ധാരാളം പിക്ചർ ഉണ്ടായിരുന്നതായിരുന്നു. സീസൺ മാറിയപ്പോഴത്തേക്ക് അത് പോയി. ഇപ്പം യങ്ങാണ്. ഈ വർഷം അവസാനത്തോടു കൂടി നിറച്ച് പിക്ചർ കാണും. ഇത് ഗ്രേപ്സിൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. വൈറ്റിസ് അല്ലെങ്കിൽ സിസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫ്ലവർ ഉണ്ട് ഇപ്പോഴേ. അത് ചെറിയ ഫ്ലവറുകളാണ്, ബ്യൂട്ടിഫുള്ളാണ്, സ്മോൾ ആണെങ്കിൽ പോലും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ കാണിക്കാതെ തന്നെ മനസ്സിലായി കാണും ഇത്രത്തോളം പേരുകൾ ഓർത്തെടുക്കുക, അതും ഈ ഒരു പ്രായത്തിൽ ഓർത്തെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശരിക്കും ഇതിനോടൊരു ഡെഡിക്കേഷനായിട്ടുള്ളതും അതുപോലെ ഒരു പാഷനേറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ വന്നപ്പോൾ ഒരു കാര്യമുണ്ട്, എന്നെ വിളിച്ച് കാണിച്ചൊരു ചെടിയുണ്ട്. അതായത് നമ്മുടെ ഇറ്റബഡിയൻ ചെടി എന്നൊക്കെ പറയുന്ന നെപ്പന്തസ് ഫാമിലിയിലുള്ള ആ ഒരു ചെടി എന്നെ കാണിച്ചു. പക്ഷെ ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കിയപ്പം ഇതിന്റെ സയന്റിഫിക് നെയിമാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ നമ്മളെ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിക്ചർ പ്ലാന്റ് എന്ന് പറയും. അതെ അതെ. അപ്പം അങ്ങനെയാണ് നമ്മൾ എനിക്ക് ചെയ്ത വീഡിയോസിൽ വെച്ചത് ഈ ഒരു വീഡിയോവും ഈ ഒരു വീടും ഒരു വളരെ സ്പെഷ്യലാണ്. കാരണം ഇവിടുത്തെ എല്ലാവരും ചെടികളുമായിട്ട് അടുത്ത് ഇടപെടുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു മോനും ഉണ്ട്. മോന് വക്കീലാണ്. മോനിപ്പോൾ സ്ഥലത്തില്ല, അല്ലാതെ പരിചയപ്പെടുത്തായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി. എന്താണെങ്കിലും ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളും വീഡിയോസുകളുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പം ഇവരെ പരിചയപ്പെടുത്താനും ഈ ഒരു മണിമുല്ല വിസ്തന്ധം നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചു. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത. ഗാർഡൻ ടൂറ്, ഇതുപോലെ പാഷനേറ്റീവായി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളെ പരിചയപ്പെടുത്തുക, അതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. എപ്പോഴും ചെടികളോട് സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. നമ്മൾ സംസാരിച്ചാൽ ചെടികൾ നമ്മളോട് തിരിച്ച് സംസാരിക്കും. അതെൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീടിനെ പരിചയപ്പെടുത്താനും അവിടുത്തെ ആൾക്കാർ വിശേഷങ്ങളൊക്കെ അറിയാനും പറ്റി. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവരും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ടു Eden Flora for visiting us, and we wish you a Merry Christmas and a blessed New Year to all plant lovers.